MLA സ്ഥാനത്തിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട ആദ്യത്തെയാൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികനായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. നിലമ്പൂർ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാന ഏട്. ഏറനാടിന്റെ സ്വന്തം സഖാവ് കരിക്കാടൻ കുഞ്ഞാലി എന്ന കെ. കുഞ്ഞാലി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അംഗത്തിന് കളം ഒരുങ്ങുമ്പോൾ ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ കുഞ്ഞാലി വധം വീണ്ടും ചർച്ചയാവുകയാണ്. 1969 ജൂലൈ 26-ന് നിലമ്പൂർ ചുള്ളിയോട് പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ചാണ് അന്ന് MLA ആയിരുന്ന കുഞ്ഞാലി വെടിയേറ്റ് വീഴുന്നത്. ചുള്ളിയോട് CPM പാർട്ടി ഓഫീസിന് എതിർവശത്തായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ്. ആ ദിശയിൽ നിന്നാണ് വെടിയുതിർക്കപ്പെട്ടത്. നിലമ്പൂരിൽ AITUC, INTUC തൊഴിലാളി യൂണിയനുകൾക്കിടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സംഘർഷമായി മാറിയ കാലത്തായിരുന്നു ഈ സംഭവം. അന്ന് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്, CPMന്റെ തലപ്പത്ത് കുഞ്ഞാലി. സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ രണ്ട് പാർട്ടി ഓഫീസുകളിലും പ്രവർത്തകർ സംഘടിച്ചിരുന്നു. രാത്രി കുഞ്ഞാലി ഓഫീസിൽ നിന്ന് മടങ്ങാൻ ഇറങ്ങുമ്പോഴാണ് വെടിയേറ്റത്. ആര്യാടൻ അടക്കമുള്ള നേതാക്കൾ ഈ സമയത്ത് കോൺഗ്രസ് ഓഫീസിൽ ഉണ്ടായിരുന്നു. ജൂലൈ 28-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞാലി മരിച്ചു. ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ ഉള്ളവരാണ് തന്നെ വെടിവെച്ചതെന്ന് കുഞ്ഞാലി മരണമൊഴി നൽകിയിരുന്നു. പിന്നാലെ കേസിൽ ആര്യാടൻ ഒന്നാം പ്രതിയാക്കപ്പെട്ടു. ആര്യാടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും അന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോൺഗ്രസ് ഓഫീസ് കത്തിക്കാൻ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഇവരെ രക്ഷിച്ചാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. ആര്യാടൻ മുഹമ്മദ് 1 വർഷത്തോളം റിമാൻഡിൽ കഴിഞ്ഞു. എന്നാൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഓഫീസിൽ നിന്നല്ല വെടിയുതിർക്കപ്പെട്ടതെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ആര്യാടനെ കോടതി വെറുതെ വിട്ടു. കുഞ്ഞാലിയെ വെടിവെച്ചത് കോൺഗ്രസ് അനുഭാവിയായ ഗോപാലൻ എന്നൊരാളാണെന്നും അന്ന് പ്രചരിച്ചിരുന്നു. ഇയാൾ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. 1971-ൽ ഗോപാലനും കൊല്ലപ്പെട്ടു. അതിനു പിന്നിൽ CPM പ്രവർത്തകർ ആണെന്നും വാർത്തകളുണ്ടായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി CPM നിലമ്പൂരിൽ വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോഴും എതിർപക്ഷം വെല്ലുവിളി ഉയർത്തുമ്പോഴും സഖാവ് കുഞ്ഞാലിയുടെ പേരാണ് ആദ്യം ഉയർന്നു കേൾക്കുന്നത്. നിലമ്പൂരിന് ആരായിരുന്നു സഖാവ് കുഞ്ഞാലി? കൊണ്ടോട്ടിയിൽ ജനിച്ചെങ്കിലും നിലമ്പൂരുകാരനായി അറിയപ്പെട്ട തൊഴിലാളി നേതാവ്, ഒരു വിമുക്ത ഭടൻ കൂടിയായിരുന്നു കുഞ്ഞാലി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികൾക്കെതിരെ പോരാടാൻ സൈനികനായ ചരിത്രവുമുണ്ട് അദ്ദേഹത്തിന്. തിരിച്ചു വന്ന കുഞ്ഞാലി കാളിക്കാവിലെ യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായി. ആദ്യം അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. 1965-ൽ രാജ്യരക്ഷാ നിയമം ചുമത്തി ജയിലിൽ കിടന്നപ്പോഴും 1967-ൽ പുറത്തായിരുന്നപ്പോഴും കുഞ്ഞാലി നിലമ്പൂരിൽ MLA ആയി. ജന്മിമാർ തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ കുഞ്ഞാലി ശക്തമായ പോരാട്ടം നടത്തി. വൻകിട ഭൂവുടമകളിൽ നിന്ന് തരിശുഭൂമി കൃഷിക്കാർക്ക് വിട്ടു നൽകാൻ നടത്തിയ പ്രക്ഷോഭത്തിനും അദ്ദേഹം നേതൃത്വം കൊടുത്തു. ആരെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന കുഞ്ഞാലിയുടെ പ്രകൃതം പ്രദേശത്തെ തൊഴിലാളികളിൽ പാർട്ടിക്ക് ഉയർച്ച ഉണ്ടാക്കി. കുഞ്ഞാലി ആളൊരു തീപ്പന്തമായിരുന്നു. MLA ആയിരിക്കുമ്പോഴും പ്രവർത്തകർക്കൊപ്പം സംഘർഷ മേഖലകളിൽ നേരിട്ട് ചെല്ലാൻ കുഞ്ഞാലി ശ്രമിക്കുമായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുഞ്ഞാലി ജനകീയനായി വളർന്നതോടെ അദ്ദേഹത്തിന് എതിരാളികളും വർദ്ധിച്ചു വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞാലിക്ക് വെടിയേൽക്കുന്നത്. കൊല്ലപ്പെടുമ്പോൾ 42 വയസ്സ് മാത്രമായിരുന്നു കുഞ്ഞാലിയുടെ പ്രായം. ഒരു MLA കൊല്ലപ്പെട്ട ചരിത്രം അതിനു മുമ്പോ ശേഷമോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കുഞ്ഞാലിക്ക് ശേഷം നിലമ്പൂർ രാഷ്ട്രീയം മാത്രമല്ല, കേരള രാഷ്ട്രീയവും ആകെ മാറി. 2 തിരഞ്ഞെടുപ്പിലും തോൽപ്പിച്ചതിന്റെ പ്രതികാരമായി കുഞ്ഞാലിയെ കൊന്നത് ആര്യാടനാണെന്ന് എല്ലാ കവലപ്രസംഗത്തിലും ആവർത്തിച്ചവരാണ് ഇടതുപക്ഷം. എന്നിട്ട് അതേ CPMകാർ ആര്യാടനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതും നിലമ്പൂർ കണ്ടു. മാത്രമല്ല EK നായനാർ മന്ത്രിസഭയിൽ അംഗവുമായി. പ്രായോഗിക രാഷ്ട്രീയത്തിലെ നീതിബോധം പൊതുജനങ്ങളുടെ സാമാന്യ യുക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് കുഞ്ഞാലിക്ക് ശേഷമുള്ള നിലമ്പൂർ രാഷ്ട്രീയം.